3 അവന്മാരുടെ കയ്യിൽ തൂങ്ങി ആ കള്ളിച്ചാപ്പിനകത്ത് കിടന്ന് നീ കാണിച്ച കൂത്താട്ടം കണ്ടാൽ നിന്നെ ഫോൺ വീഡിയോ ചെയ്യാൻ ആളുകൾ വിളിക്കുള്ളൂ. ഇതാണ് വിലക്കിയത്. അവനവന്റെ ആ ഒരു അസ്തിത്വം നഷ്ടപ്പെടുത്തിക്കൊണ്ട് പോക്കൃത്തരങ്ങൾക്ക് പോകരുതെന്ന് ഞങ്ങളൊക്കെ പറഞ്ഞതിന്റെ പിന്നിൽ ഇതാണ്. ഇപ്പൊ നിനക്ക് മനസ്സിലായോ? പൊക്കളെ മുന്തിരി വെച്ച് കടിച്ചെടുക്കാൻ പറ്റില്ല. ദാസേട്ടനാണെങ്കിൽ ഓക്കെയാണ്, ഇങ്ങനെയാണെങ്കിൽ പറ്റത്തില്ല. സിഗരറ്റും മദ്യവും ഇല്ല, ചായ കഴിക്കാനാണ് പോയത്. അതിന്റെ കാര്യം പറഞ്ഞുതരാം. നമ്മൾ ഒരു ആൽബം ഷൂട്ടിന് ചെല്ലുമ്പോൾ ഉത്തരവാദിത്തത്തോടു കൂടി 2 ദിവസത്തെ ഡേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 2 ദിവസം കൊണ്ട് ആൽബം ഷൂട്ട് കഴിയും. 2 തവണ യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആക്ടർ ആയിരുന്നു മാഷെ, 1 തവണ കലാപ്രതിഭ. കേൾക്കാൻ നല്ല രസമുണ്ട്. ഒരു സിംഗിൾ ഇതെടുത്ത ശേഷം ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് ഈ കുമ്പലികളെയും കൊണ്ട്, അതായത് ഇവന്മാരെ എല്ലാം പിടിച്ചോണ്ട് പോയി കുറെ നേരം അവരെല്ലാം വെയിറ്റ് ചെയ്യിപ്പിച്ച്, ക്യാമറമാൻ ഉൾപ്പെടെ റെന്റിൽ വന്നിരിക്കല്ലേ, അവരൊക്കെ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് എവിടെയൊക്കെ തെണ്ടി നിറങ്ങി വന്നപ്പോൾ പുള്ളി ചൂടായി. കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. ഇതിലാണ് വഴക്കുണ്ടായത്. അല്ലാതെ പൊക്കിലും ബാക്കിയുള്ളത് ഒന്നുമല്ല. അദ്ദേഹം ഇത്രയും പേയ്മെന്റ് കൊടുത്ത് റിസോർട്ട് ബുക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നു. ഇവന്മാർ അവിടെ തന്നെ നിന്ന് റിസോർട്ടിൽ താമസിക്കും. ഇവളെ കൂടെ വരുന്ന വാലുകാരന്മാരെയൊക്കെ അവിടെ വെച്ചിരിക്കണം എന്നൊരു ടേമുണ്ട്. അതിലാണ് ഈ തർക്കമെന്നല്ല, ഇതൊന്നും അല്ല തർക്കമെന്ന് ഞാൻ തെളിയിച്ചിരാം. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കും. ഈ പട്ടിയുടെ മോന്ത കണ്ടിട്ട് പോയാൽ മതി. പിന്നെ മീഡിയക്കാരെ വിളിച്ചു വരുത്തിയത് അദ്ദേഹമാണെന്ന് പറയുന്നുണ്ട്. ആണല്ലോ, നിങ്ങൾ ഈ വീഡിയോയിൽ ഇതിനകത്ത് കാണുന്ന ഈ ഒരു സംഗതി, ഇതില് അവൾ അയച്ചു കൊടുത്തിരിക്കണം ഇവരുടെ അഡ്രസ് ഒക്കെ. അത് അവൾ പറയുന്നത് അവൾ അയച്ചു കൊടുക്കണം. അവൾ അയച്ചു കൊടുത്ത് മീഡിയക്കാരെ വിളിപ്പിക്കേണ്ട കാര്യം എന്തോ? അവർ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പോരായിരുന്നു. അവളുടെ സുഹൃത്തുക്കളാണ് മീഡിയക്കാർ നമ്മൾ എടുത്തിട്ട് പറയുന്നത്. ആ സമയത്ത് അവൾ കൊണ്ടുവന്നിരിക്കുന്നു അഹങ്കാരി. അവൾ ആ മീഡിയക്കാരെ കൊണ്ടുവരാൻ പറഞ്ഞത് അവളാണ്, അയച്ചു കൊടുത്തത് അവളാണ്. ആ വോയിസ് ഞാൻ കേൾപ്പിക്കാം. എന്താ ഉറക്കം വരുന്നു. മെയിൻ ഒരു 3-4 മെയിൻ മീഡിയക്കാരുടെ നമ്പർ ഞാൻ ഇതിനകത്ത് ഇട്ടോളാം. ഒന്ന് കോൺടാക്ട് ചെയ്യണം കേട്ടോ. അവരെ ആരാണ് കോൺടാക്ട് ചെയ്യണം, അവരെ കോൺടാക്ട് ചെയ്തോണേ. നന്നായിട്ടുണ്ട്. ഇപ്പൊ ഒരു കാര്യം കൃത്യമായി മനസ്സിലായില്ല. എവിടെ പോയാലും എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയയുടെ ആളുകൾ വരുന്നത് മനസ്സിലായില്ലേ? ഓൺലൈൻ മീഡിയസ് വരുന്നത് ഇത് രണസുന തന്നെ കൊടുക്കുന്ന നമ്പർ പ്രകാരം അവർ വിളിച്ചു വരുന്നതാണ്. എനിക്കും തോന്നിയത്. ആരാണ് ഇപ്പൊ ഇത് പറഞ്ഞിട്ടുള്ളത്? ഇവരാണ്. അവരുടെ കോൺവെർസേഷനും അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽ കൊടുക്കുന്നതും അതിന്റെ സ്ക്രീൻഷോട്ടാണ് ഈ കാണുന്നത്. പിന്നെ സുധിച്ചേട്ടന്റെ ആണ്ടിന്റെ അന്ന് എല്ലാവരും വരണ്ടേ, എല്ലാവരും വരണ്ടേ? ഓർമ്മയില്ല നിങ്ങൾക്ക്? ഇവരെങ്ങനെ വന്നത് ദൈവം നമ്പരാൻ പോലും അറിയില്ല എന്ന് പറഞ്ഞില്ലേ? ഇഷ്ടം പോലെ ആളുകളെ നമ്പർ കയ്യിൽ വെച്ചിട്ട് പോണ സ്ഥലമൊക്കെ മുൻകൂട്ടി വിളിച്ച് അറിയിച്ചിട്ട് ഈ ആൽബം ഷൂട്ടിന്റെ ഇടയിലൊക്കെ കൊണ്ടുവരുന്ന ഇവരാണ്. നീ എവിടെന്നാണ് വന്ന മരഭൂതമേ? അമൽ എന്ന് പറയുന്ന ഒരുത്തന് സ്പെസിഫിക്കലി വിളിക്കാൻ വേണ്ടിട്ട് എടുത്ത് പറയുന്നുണ്ട്. ഈ ഒരു മീഡിയക്കാരനെ വിളിച്ചേക്കാം. അയാള് ജസ്റ്റ് ഒന്ന് വിളിച്ചു. അപ്പൊ ഈ സ്പെഷ്യൽ ആയിട്ട് അതേ അവരെ വിളിക്കാൻ വേണ്ടി പറഞ്ഞത് ആര്? അവന്മാരെല്ലാം അവിടെ വിളിച്ചു വരുത്താൻ വേണ്ടി റിക്വസ്റ്റ് കൊടുത്തത് രേണു എന്ന് പറയുന്ന രേഷ്മ പി തങ്കച്ചൻ തന്നെയാണ്. കൗതുക ലേശം കൂടുതലാണ്. മാപ്പാക്കണം.